സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി 49 സങ്കീർത്തനം 17 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകയില്ല. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും എപ്പോഴും ഓർത്തിരിക്കേണ്ട പരമപ്രധാനമായ ഒരു സത്യമാണിത്. ഈ ഭൂമിയിലെ ധനവും അതിന്റെ സുഖങ്ങളും കേവലം താൽക്കാലികം മാത്രമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നോക്കുക. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിൽ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയില്ല. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുള്ള എല്ലാ നന്മകളും ദൈവഹിതത്തിനനുസരിച്ച് ഉപയോഗിക്കുവാനാണ്. നമ്മുടേത് കാര്യവിചാരകന്മാരുടെ ദൗത്യം മാത്രമാണ്. ഇതെല്ലാം എന്റേതാണ് എന്ന് നമ്മുടെ സമ്പത്ത് നോക്കി നാം അഭിമാനത്തോടെ പറയാറുണ്ട്. എന്നാൽ ഒരു നാൾ നാം ഈ ലോകം വിട്ട് പോകേണ്ടി വരുമ്പോൾ ഇവയൊന്നും നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കയില്ല. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചത് നാം മരിക്കുമ്പോൾ കൊണ്ടുപോകുവാൻ ഒരു മാർഗമുണ്ട്. അത് നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിക്കുക എന്നുള്ളതാണ്. അതെ പ്രിയരെ, നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യവും നമ്മെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ദൈവനാമ മഹത്വത്തിനായി വിശ്വസ്തയോടെ വിനിയോഗിക്കുന്നു എങ്കിൽ അത് മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് സമ്പാദിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന എന്നേക്കും നിലനിൽക്കുന്ന നിക്ഷേപം. നമ്മുടെ ഈ ലോകത്തിലെ ആയുസ് വളരെ ചെറുതാണ്. അത് പെട്ടെന്ന് തീരും. നഷ്ടപ്പെട്ട സമയങ്ങളൊന്നും നമുക്ക് തിരികെ ലഭിക്കുകയില്ല. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ പാഴാക്കാതെ പുഴുവും തുരുമ്പും കെടുത്തുന്ന ഈ ഭൂമിയിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കാതെ എന്നേക്കും നിലനിൽക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം നമുക്ക് സ്വരൂപിക്കാം. അതിനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെ പാഴാക്കാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നന്മകളിൽ ഏറ്റവും വിശ്വസ്തരായി നമ്മുടെ സ്വർഗീയ യജമാനനെ നമുക്ക് സേവിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവിധ നന്മകൾക്കായും ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചതിൽ ഞങ്ങളെ ഏറ്റവും വിശ്വസ്തരായി അങ്ങയ്ക്ക് വേണ്ടി സേവ ചെയ്യുവാൻ, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്.